I'm sorry. Ishan, I'm really sorry. നിന്റെ ചുണ്ടെന്ന് അവന്റെ തുപ്പലുമായിട്ട് ഒട്ടിയിരിക്കുകയാണോ? പൊട്ടിക്കണ പൊട്ട. എനിക്ക് ആ കോന്തനെ നുള്ളണം. എന്തോന്ന്? എനിക്ക് ആ നന്ദനെ കൊല്ലണമെന്ന്. അങ്ങനെ അതാരെ എന്താണ് ഇങ്ങനെ? അന്ന് അവരാരും കാണാതെ ബസ്സിൽ വെച്ച് എന്നെ ചന്തിക്ക് പിടിച്ച് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി. ഇന്ന് അവൻ എല്ലാരും കാണേ എന്നെ ഉമ്മ വെച്ച് കൂട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി. നീ സമാധാനിക്ക്, ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. നീ ഇതേ ഒരെണ്ണം കൂടെ അടിച്ചേ, എന്നിട്ട് സുഖമായിട്ട് പോയി കടന്നുറങ്ങിയേ. ഇനി ചതയാനും ഒടിയാനും ദേഹത്ത് ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. എന്നാലും എങ്ങനെയാടാ ഒരടി മിസ്സാവാതെ എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് കൊള്ളാൻ പറ്റുന്നേ? നീ ഒരടി പോലും തിരിച്ചു കൊടുത്തില്ലേ? ഇല്ല. തടഞ്ഞു വെച്ചത് പോലും ഇല്ലേ? ഇല്ലല്ലോ. ഇന്ന് തെറ്റു മുഴുവൻ എന്റെ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് അവൻ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു. ആന്റി ഒന്ന് പുറത്തോട്ട് നിന്നേ, എനിക്ക് ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇത് ആരുടെ വീടാ? ഇവന്റെ ആന്റിയുടെ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാ, പ്ലീസ്. അന്ന് ഈ മരുന്ന് മന്ത്രമൊക്കെ മതി, പോയി കിടന്നേ. നീ നമ്മുടെ കോളേജിലെ ഗ്രൂപ്പിൽ എങ്ങാനും കയറിയോ? ഞാനിപ്പോ ഫോണിൽ കളിച്ചിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണല്ലോ. കേറാനിത് നന്നായി. എന്തൊക്കെ അനാവശ്യം നിന്നെ അവനെ കുറിച്ച് ഗ്രൂപ്പിലിട്ടേക്കുന്നെന്ന് അറിയാവോ? നീ അവൻ ഇന്ന് കിസ് ചെയ്യുന്ന വീഡിയോ സഹിതം ഗ്രൂപ്പിനകത്തുണ്ട്. അതെങ്ങനെ? അവിടെ ഇതിനാരും ഉണ്ടായിരുന്നില്ലല്ലോ. ആളില്ലാത്തോണ്ടല്ല, നീ ആരും കണ്ടില്ല എന്ന് പറ. എല്ലാ അമ്മമാരും നല്ലൊരു അടിയും പ്രതീക്ഷിച്ച് ക്യാമറ ഓണാക്കി വെച്ചതായിരിക്കും. കിട്ടിയത് ഇമ്മാതൊരു സാധനമല്ലേ. എന്നാലും നീ അവനോട് റിവെഞ്ച് ചെയ്യാൻ ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആകെ നാണക്കേടായിന്ന് പറയാലോ. ഇനി എങ്ങനെയാടാ കോളേജ് പോകുന്നേ? ഞാൻ ഏതായാലും ഒരാഴ്ചത്തേക്ക് ലീവാ. പിന്നെ നീ എന്തിനാ നാളേക്കാണ് വിചാരിക്കുന്നേ? വീഡിയോ നിന്റെ ഒന്നുമല്ലല്ലോ, എന്റെ അവന്റെ അല്ലേ. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സൊല്യൂഷനും ഉണ്ടാവും. നീ ഏതായാലും ഇതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇത് ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. നീ പോവാൻ നോക്ക്. പിന്നെ അമ്മ അച്ഛനും ഇതൊന്നും അറിയണ്ട. ദേ ആ പോകുന്നവനാ. എന്ത്? ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വീഡിയോ ഇറങ്ങിയെന്ന്, അതവനാ. ഇതെന്താടാ എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നേ? എനിക്കറിയില്ല. വീഡിയോയുടെ ലെങ്ത് വളരെ കുറവായിരുന്നല്ലോ, എന്തു പറ്റി? നിങ്ങൾ തമ്മിലുള്ള അടിയും വഴക്കൊക്കെ കാണികളായ ഞങ്ങളെ പൊട്ടന്മാരാക്കാനുള്ളതായിരുന്നു അല്ലേ? ഉള്ളില് ഇങ്ങനെ ചിലത് ഉണ്ടായിരുന്നു. ഡാ വന്നല്ലോ. കാര്യങ്ങളൊക്കെ അവനുമായിട്ട് മാത്രമേ ഉള്ളോ, അതോ നിങ്ങൾ തമ്മിലും വല്ലതും? കുമ്പിളി വിടരാ, വേണ്ട. എടാ ഇവൻ വിടാൻ. ഇന്നലത്തെ പ്രശ്നം കോളേജ് മൊത്തം അറിഞ്ഞു. ഒരു വീഡിയോ ഗ്രൂപ്പിനകത്ത് ഞാൻ കണ്ടു. നീ ബൈക്കിന്റെ കീ തന്നെ. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. നീ എന്നെ ഉപദേശിക്കണ്ട. ഫ്രണ്ട് എന്താണെന്നറിയാതെ നിന്നോട് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്നേക്കാ മുന്നേ ഞാൻ കണ്ടു തുടങ്ങിയത് അവനെ. ഇനി നിനക്ക് ഉപദേശിക്കണം നിർബന്ധമാണെങ്കിൽ നിന്റെ കൂടെ ഒരുത്തനുണ്ടല്ലോ, ആദ്യം അവനെ നേരെയാക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ കാരണം നിങ്ങൾക്കിടയിലും പ്രശ്നമല്ലേ? ഇതെങ്ങനെ നീ കാരണമാവുന്നേ? തെറ്റു മുഴുവൻ അവന്റെ ഭാഗത്തല്ലേ? വിഘ്നേഷ് വിളിച്ചിരുന്നോ? ഏയ്, അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കൊന്നുമില്ല. എനിക്ക് മനസ്സിലാവാതെ നമ്മൾ ഈ തടവ് പുള്ളികളെ പോലെ ഈ വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാന്നാ. 3 ദിവസമായിട്ട് അവനും കോളേജിൽ വരുന്നില്ലെന്നാ കേട്ടെ. ഇതും കൂടി ആയപ്പോൾ എല്ലാവർക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട്. നാളെ ഏതായാലും നമ്മൾ കോളേജിൽ പോവാം. ഞാൻ വരുന്നില്ല. ദേ ഇതാ എനിക്ക് പിടിക്കാത്തെ. എടാ എന്ത് പ്രശ്നമാണെങ്കിലും ഈ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും നിനക്കറിയാലോ. പിന്നെ എന്താ, പറയുന്നവരുടെ വായടപ്പിക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഞാൻ ഏതായാലും നാളെ കോളേജിൽ പോകാൻ തീരുമാനിച്ചു. നീ വരുന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിക്കോണം. അതല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. നീ ഇതെങ്ങോട്ടാ? നീയല്ലേ ഇന്നലെ കുറേ മോട്ടിവേറ്റ് ചെയ്തേ. വാ കോളേജിൽ പോവാം. കോളേജിലേക്കാ? നീ ഇത്ര പെട്ടെന്ന് ഇൻസ്പയർഡ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്നുകൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എഴുന്നേറ്റ് റെഡി ആവടാ. അയ്യോ, രണ്ടുപേരും വന്നോ? എവിടെയായിരുന്നു 3-4 ദിവസം? ഇനി നിങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ടാണോ? ഏത് ട്രിയോ? എന്നിട്ട് അമ്മൂമ്മയുടെ വേണ്ട. ഇതേ വിഘ്നേഷ്, നീ ഇത് എവിടെയായിരുന്നടാ? ഒരു വിവരമില്ലായിരുന്നല്ലോ. എന്നെ എൻ്റെ പാട്ടിനെ വിട്ടേക്കോ. അപ്പം നീ ഇവന്മാരുടെ കൂടെ ഇടണ്ടേ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട, അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു. വിഘ്നേഷ്, വിടാൻ. ഇനി എന്താ നിനക്കൊക്കെ പറയാനല്ലേ?
നീ അവനെ തമ്മിൽ എന്ത് കോപ്പിലെ റിലേഷൻഷിപ്പ് ആണെങ്കിലും എനിക്കതൊരു വിഷയമേ അല്ലായിരുന്നു. നീയൊക്കെ ഒരു കൊലപാതകം ചെയ്തു എന്ന് വന്ന് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ അത് ക്ഷമിക്കുമായിരുന്നു. കാരണം എന്താണെന്നറിയോ, എനിക്ക് നീയൊക്കെ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പുറത്തുനിന്ന് വന്ന ഒരുത്തനാണല്ലോ, എപ്പോഴും എന്നെ ഒറ്റപ്പെടുത്തുക. എന്നിട്ട് പട്ടിയെ പോലെ അല്ലേടാ ഞാൻ നിൻ്റെയൊക്കെ പുറകെ വന്നേ. വിഘ്നേഷൻ, നീ കാര്യമൊന്നും അറിയാതെ ഈ ചിലച്ചോണ്ടിരിക്കുന്നേ. ശരിയാ നീ പറഞ്ഞേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നീ വന്നതോട് കൂടി തന്നെ ഇതെല്ലാം ഉണ്ടായേ. കുമ്പിടി. പിന്നെ അവൻ പറയുന്നത് നീ കേട്ടില്ലേ? ഇവൻ വിഷമിക്കരുതെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തേ. നീയൊക്കെ കരുതുന്ന പോലെ ഇവനും അവനും തമ്മിലൊരു മണ്ണാക്കട്ടയില്ല. ആ വീഡിയോയിൽ ഇവരെ രണ്ടുപേരും മാത്രമല്ലേ നീയൊക്കെ കണ്ടുള്ളൂ. അതിനപ്പുറത്ത് ഞാനും പിന്നെ നിന്റെ ചേച്ചി എന്ന് പറയുന്ന പിശാശുണ്ടായിരുന്നു. ചേച്ചിയോ? ആ ചേച്ചി തന്നെ. അവർക്ക് ഇവനോട് മുടിഞ്ഞ പ്രേമം, കല്യാണം കഴിക്കണമെന്ന്. ആ മന്ദബുദ്ധിയോട് ഞാൻ കഴിവിന്റെ പരമാവധി പറഞ്ഞു നോക്കി, ഇതൊന്നും ശരിയാവില്ല, പുറകെ നടക്കരുതെന്ന്. പറഞ്ഞാ കേക്കണ്ടേ? നിന്റെ അല്ലേ ചേച്ചി. ഒടുക്ക അതിനൊഴിവാക്കാൻ വേണ്ടി ഒരുത്തനെ വിളിച്ച് നാടകം കളിച്ചതാ. പക്ഷെ പാളിപ്പോയി. അതിനടയ്ക്കാൻ മറ്റാൻ വന്ന് എല്ലാം കുളവാക്കി. അന്നേ ഞാൻ ഈ പോത്തിനോട് പറഞ്ഞതാ ഇതെല്ലാം നിന്നോട് പറയാന്ന്. ഇവൻ കേട്ടില്ല. നീ നേരത്തെ പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതിന്റെ പേരിൽ നീ വിഷമിക്കരുതെന്ന് വിചാരിച്ച്. എന്നിട്ടിപ്പോ ഇത്തിരി ആളുകൾ ഇവനെ കുറ്റപ്പെടുത്തിയപ്പോ നീ അവരുടെ കൂടെ ഒക്കെ ചേരുകയാണല്ലേ. നിനക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എടാ, നിന്റെ ഫോൺ എടുത്തേ. ദേ നോക്ക്, ഇതിനകത്തുണ്ട് അവർ വിളിച്ചതും പറഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. സംശയം ഉണ്ടെങ്കിൽ നോക്ക്. ഇനി ആരെങ്കിലും ഇവനെക്കുറിച്ച് മോശമായിട്ട് ഒരു അക്ഷരം പറഞ്ഞാൽ എല്ലാത്തിൻ്റെ വായിൽ സിമെന്റ് പോലും ഞാൻ ഒഴിക്കും. ഡി, നിന്നോടും കൂടിയാ പറയുന്നേ. പിന്നെ നീ ഇനി മേലെ ഞങ്ങളുടെ പുറകെ വന്നു പോരുത്. ഇഷാനെ, കഴിഞ്ഞു, വാ. വരാൻ. അല്ല, എൻ്റെ ഫോണാൻ്റെ കയ്യിലാണ്. ഒരു ഫോണ് ഇന്ന് തന്നേ. ഇനി നിനക്ക് നോക്കണമെങ്കിൽ നിന്റെ ചേച്ചിയുടെ ഫോൺ പോയി നോക്ക്. അതിനകത്ത് ഇതൊക്കെ തന്നെ ആയിരിക്കും. നീ എന്തെങ്കിലും ചിരിക്കുന്നേ? ഒന്നുമില്ല, ഇപ്പൊ കുറച്ച് ആശ്വാസം ഉണ്ടല്ലേ? പക്ഷെ എനിക്ക് ഒരാളെ കൂടെ കാണണം. നന്ദൻ. അവനെവിടെ? എനിക്കെങ്ങനെ അറിയാം? അവനുള്ള പടക്കം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നിന്റെ നെഞ്ചത്തിട്ട് പൊട്ടിക്കണമെങ്കിൽ സത്യം പറഞ്ഞു. നിങ്ങൾ തന്നെ എല്ലാം അവന്റെ കാട് തല്ലി ഒടിച്ചേ. വീട്ടിൽ തന്നെ കാണും. ഇഷ, നിങ്ങൾ നെട്ടൊന്നും വേണ്ട. നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണെങ്കിലും എനിക്ക് നിങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. അവൻ എപ്പോഴും പറയാറുണ്ട്, കേറി വാ. നമ്മളെ കുറിച്ച് നല്ലതൊന്നും പറയാനുള്ള സാധ്യതയില്ല. പിന്നെ എന്ത് കണ്ടിട്ടാ ഇത്ര സ്നേഹത്തോടെ വിളിച്ച് കേൾക്കുന്നേ? രണ്ടാളും ഇരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഞങ്ങൾക്കൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇങ്ങോട്ട് ആദ്യമായിട്ടല്ലേ വരുന്നേ. നന്ദു റൂമിൽ തന്നെ. കാലൊടിഞ്ഞത് കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ടൊന്നും ഇറങ്ങാറില്ല. നിങ്ങൾ അവിടെ പോയി കണ്ടോ. ആ പിന്നെ ഇനി നേരിട്ട് കണ്ടിട്ട് മറ്റൊരാൾ കൂടി തല്ലി ഒടിച്ചേക്കരുത്. നമ്മൾ എഴുന്നേറ്റ് നിന്നോട്ടെ, എന്നിട്ടാവാൻ ബാക്കി. കാല് തല്ലിടിച്ചത് നമ്മളാണെന്ന് അവർക്കറിയാം. പിന്നെ എന്തിനാ വീട്ടിൽ കയറ്റി സ്ഥലത്തിരിക്കുന്നേ? സംതിങ് റോങ്. എടാ, ഒന്ന് സൂക്ഷിക്കണം. നീ ഒന്നും മിണ്ടാതിരിക്കേ. നിങ്ങളെന്താ ഇവിടെ? എന്നെ കാണാൻ വേണ്ടിയാണോ വന്നേ? അമ്മേ, അമ്മേ. കിടന്ന് ഒച്ച വെക്കണ്ട. ആരും കാണാതെ ഇങ്ങോട്ട് കയറി വന്നൊന്നുമല്ല. നിന്റെ അമ്മ തന്നെയാ കയറ്റി വിട്ടേ. അപ്പൊ അമ്മ നിങ്ങളെ കണ്ടല്ലേ? ഒരുപാട് സന്തോഷമായി കാണും. അത് മതി. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. നീ പേടിക്കൊന്നും വേണ്ട. 2 ദിവസം കഴിഞ്ഞ് കോളേജ് വരും. ഞാൻ നിന്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. കോളേജിൽ നമ്മുടെ 2 പേരുടെ ഇമേജ് മൊത്തത്തിൽ തകർന്നിരിക്കുക. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഇനി നീയുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനായിട്ട് അങ്ങോട്ടൊന്നിനും വരില്ല. തിരിച്ച് നീയും ഇങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കണം. നീ മാത്രമല്ല, നിന്റെ ശിങ്കിടികളും. വെരി സോറി. ഇവിടുന്ന് എഴുന്നേറ്റാ നീയുമായിട്ട് ഇനി അടുത്ത് എന്ത് വഴക്കുണ്ടാക്കാന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ഇടയിലാ റിക്വസ്റ്റുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത്. മര്യാദയുടെ ഭാഷയിലാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചേ. ഇനി എൻ്റെ പുറകെ വഴക്കുണ്ടാക്കി വന്നാൽ നമ്മളിൽ ആരെങ്കിലും ഒരാളെ ജീവനോടെ കാണും. അതെന്തായാലും നീ ആയിരിക്കില്ല. ഇഷാൻ, ഒന്നുമില്ലമ്മേ, അവനെനിക്ക് പനിയുണ്ടോന്ന് നോക്കിയതാ. ഐ എം സോറി ആൻറ്റി. ഇങ്ങനെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതല്ല. വാടാ. എല്ലാ തവണയും പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ തമ്മിലാട്ടിലുണ്ടാക്കാറ്. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാറുമില്ല. വീട്ടിൽ കയറി വന്ന് തല്ലാൻ മാത്രം നീ എന്ത് കുരുത്തക്കേടാണ് ഒപ്പിച്ചേ? ഞാൻ അവനൊരു ഉമ്മ കൊടുത്ത് അത് തിരിച്ചു തരാൻ വേണ്ടി വന്നതാ. ഇത്രയും വലിയ സമാധാന ചർച്ച ഒന്നും വേണ്ടായിരുന്നു.
ഏതായാലും കോളറിൽ കയറി പിടിച്ചു, രണ്ടെണ്ണങ്ങ് പൊട്ടിക്കായിരുന്നില്ലേ? കുടുംബത്തെ കയറി സ്വന്തം അമ്മയുടെ മുന്നിലിട്ട് തല്ലാൻ മാത്താൻ ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി? നിങ്ങൾ പിന്നെ വന്നോ? ഓ, നീ ഉണ്ടായിരുന്നോ? ഇവ സത്യമൊക്കെ പറഞ്ഞു കാണും. ഇപ്പൊ വീണ്ടും നിങ്ങളുടെ പഴയ പ്രേമം പൊട്ടിമുളച്ചോ? ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവാം. പോകുന്നതിന് മുൻപ് നിങ്ങളെ കണ്ടൊരു സോറി പറയണമെന്ന് വിചാരിച്ചു. കോളേജിലുണ്ടായ സംഭവമൊക്കെ ഇവനാ പറഞ്ഞ്. നിങ്ങളെന്നെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. തെറ്റെൻ്റെ ഭാഗത്താ. ഇഷ്ടമല്ലെന്നറിഞ്ഞിട്ടും അത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ഐ എം റിയലി സോറി. അതിൻ്റെ പേരിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കരുത്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങളുടെ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും ദേ ഈ ഫോണ് വഴിയാ ഞാൻ എല്ലാം അറിഞ്ഞേ. അതിൻ്റെ ഒരു സങ്കടമായിരുന്നു. എനിക്കധികം ഫ്രണ്ട്സൊന്നുമില്ല, ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഒന്നും പ്രതീക്ഷിക്കാതെയാ നിങ്ങൾ എന്നെ കൂടെ കൊണ്ടു നടക്കുന്നേ. എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് വേണടാ. ഐ എം സോറി. നിങ്ങളുടെ ഇൻ്റർണൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആരേ വിഘ്നേഷ്? സർ, നീയാണോ? എന്നെ ഒന്ന് ഇൻ്റർവെലിനെ ഒന്ന് കാണണം. ഞങ്ങളറിയാതെ നീ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയേ? ഈ മണ്ണുണ്ണിൽ എന്തിനാണിരുന്നു മൂന്നേ? നീ ഇൻ്റർണൽ അങ്ങനെ നോക്കിയായിരുന്നോ? പിന്നെ അതിപ്പോൾ നോക്കാൻ മാത്രം എന്താ, 2 മാർക്ക്, അത് കൂടുതൽ കാണൂല. വിഘ്നേഷിനോടാ ഫസ്റ്റ് റാങ്ക്. റാങ്കോ? അവനെ ഇൻ്റർണൽ ഏറ്റവും കൂടുതൽ. അതിനാണ് ഈ പൊട്ടനിരുന്ന് കരയുന്നേ? അപ്പൊ നീ ശരിക്കും പഠിപ്പിച്ചിട്ടാണല്ലേ? അങ്ങനൊന്നുമില്ല. എന്താടി നോക്കുന്നേ? ഞങ്ങളുടെ കൂട്ടത്തിലെ പഠിപ്പിച്ചിനെ കൊണ്ട് അത്ഭുതപ്പെടുവാണല്ലേ? ഓ, കോപ്പി അടിച്ച് പാസ്സാവാനൊക്കെ ആർക്കും പറ്റും. എന്തെഞ്ഞ് ഡേ അവിനാശേ, ഇവനെ കുറിച്ച് വല്ല അനാവശ്യം പറഞ്ഞാൽ നാശമാക്കി കളയും ഞാൻ. വാടാ നീ. കുമ്പടി, അവനെ വിട്ടേക്ക്, പ്രശ്നമൊന്നും വേണ്ട. നീ എന്ത് ലേറ്റായേ? സാധനം കിട്ടണ്ടേ? നീ സാധനമായിട്ടാണ് വന്നേ? ഞാൻ പോയി ഗ്ലാസ് എടുത്തിട്ട് വരാം. ഗ്ലാസ് ഒന്നും വേണ്ട, 2 ബുക്കും പെന്നും എടുത്തു. എന്തിന്? ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. പഠിക്കാനാ? നിനക്കറിഞ്ഞൂടെ എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്? അതിനല്ലേ ഇവൻ. ഇന്നു മുതൽ മനസ്സിലാവാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവൻ നമുക്ക് പറഞ്ഞു തരും. നീയും വന്നോ? ഓരോരുത്തർ ഓരോ ദിവസം പ്രത്യക്ഷപ്പെട്ടാൽ ഞങ്ങൾ ആരും സംശയിക്കില്ല എന്ന് വിചാരിച്ചോ? 2 പേരും നല്ല എൻജോയ്മെന്റിലായിരുന്നല്ലേ? എവിടെന്ന്? നല്ല ബോറായിരുന്നു. ഇനി നീയൊന്ന് കൂടുന്നോ? ട്രൈ ചെയ്ത് നോക്കാം. ഇവൻ്റെയും കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം അതും പൂർത്തിയായി. ഇതെന്തിനാ ഈ ഫ്രണ്ട് ബെഞ്ച് ഇങ്ങനെ ഒഴിച്ചിട്ടേക്കുന്നേ? എൻ്റെ അവരാണെന്ന് അറിഞ്ഞൂടെ? എല്ലാ ദിവസവും നിങ്ങളോട് ഇത് വന്ന് പറയണോ? വന്ന് മുന്നിലിരുന്നേ. നോക്കണ്ട, എനിക്കിത് കുഴപ്പമൊന്നുമില്ല. അതിന് ഞാനൊന്നും ചോദിച്ചില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞേ. സാറേ, അവര് പിരിക്കല്ലേ, ഒരുമിച്ച് തന്നെ ഇരുത്തണേ, ഇല്ലേ വിഷമാവും. ആരാടാ അത് പറഞ്ഞേ? നീ എത്തിയോ? കാലൊക്കെ എങ്ങനെയുണ്ട്? പ്ലാസ്റ്റർ വെച്ചില്ല, ഒരാഴ്ച കൂടെ കഴിയണം. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ മാറിയിരിക്കുന്നേ? ഒരുമിച്ചിരുന്നൂടെ? സാർ, ഞങ്ങൾ തമ്മിലൊന്നുമില്ല. അതെനിക്കറിയാടാ, കുറെയൊക്കെ ഞാനും കേട്ടു. ഒന്നുമില്ലല്ലോ, ആ കമന്റ് പറഞ്ഞവന്റെ വാടപ്പിക്കാനെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ചിരുന്നൂടെ? നീ എന്താ ഇവിടെ കയറിയിരിക്കുന്നേ? ഇതെന്റെ സീറ്റോ? ഇവിടെ ഞാൻ പേരൊന്നും കണ്ടില്ല. നന്ദ, നീ ആവശ്യമില്ലാതെ ചൊറിയാൻ നിൽക്കല്ലേ. എന്നിട്ട് പോയേ. പ്രശ്നം ഉണ്ടാക്കണ്ട. അവനവിടെ ഇരുന്നോട്ടെ. നമ്മളിവിടെ 3 പേരല്ലേ ഉള്ളൂ. നിങ്ങൾ 2 അവിടെ ഇരുന്നോ. ഇരിക്കാൻ. ചേട്ടാ, 3 ചായ. 3 അല്ല 4. ഒരെണ്ണം സ്ട്രോങ് കൂട്ടി. എന്താ നിന്റെ പ്രശ്നം? അടി ഇരുന്ന് വാങ്ങാനായിട്ട് വന്നതാണോ? ഇവനല്ലേ എന്നെ ഈ പരുവത്തിലാക്കിയേ. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവനാ. എന്റെ കാല് ഭേദമാവുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും. വേണ്ട, അവൻ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. നീ നന്നായെന്ന് പറഞ്ഞത് കാര്യമായിട്ടാണോ? ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നേ? ഇനി അവനായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായ ഇപ്പൊ കളിയാക്കുന്നവർക്ക് അതൊരു കാരണമായിരിക്കും. അവൻ എന്ത് വേണേലും ചെയ്തോട്ടെ, ബോധം ചെയ്യണ്ട, അത്രേ ഉള്ളൂ. നീ തല്ലണ്ട, ഞാൻ നോക്കിക്കോളാം. നീ പിന്നെ എൻ്റെ കൂടെ ഉള്ളതാണെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ, അല്ലേ? നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ? എനിക്ക് നന്നായിട്ട് അറിയാം നീ മറ്റവനൊക്കെ കൂടെ ഏഷ്യാനിട്ട് പണിയാൻ വേണ്ടി നടക്കുകയാണെന്ന്. അവനിപ്പോൾ പഴയ പോലെ ഉഷാറൊന്നുമില്ല. ഒക്കെ നിന്റെ ഫ്രണ്ട് കാരണം. അവരുടെ വഴക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ പാടില്ലെന്ന് നീ ഞാൻ ചേർന്നത് തീരുമാനമല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവൻ എന്തിനാ വാല് പോലെ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ വരുന്നേ?
എനിക്കറിയില്ല, സത്യമായിട്ടറിയില്ല. നിങ്ങൾ അറിഞ്ഞ നമുക്കൊരു ട്രിപ്പ് ഉണ്ട്. എവിടെ നിന്ന്? ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് എല്ലാ കൊല്ലം ഉള്ളതാ, വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിനും ഇല്ല. പുളു അടിക്കാതെ പോടാ. പുളു അല്ല, സത്യം. ഞാനൊന്ന് ഡിപ്പാർട്ട്മെന്റ് പോയപ്പോൾ കേട്ടതാ. പിള്ളേച്ചനാ കോർഡിനേറ്റർ. എത്ര ദിവസത്തിന്? 4 ദിവസം. ശരിക്കും? എങ്ങോട്ടാ പോകുന്നേ? അതേതൊക്കെയാ? അമ്പലോ പള്ളിയോ ചരിത്രപ്രധാനമായ കുറച്ച് സ്ഥലങ്ങൾ, അത്ര എനിക്കറിയൂ. ബാക്കി അയാൾ ക്ലാസ്സിൽ ഒന്ന് പറയും. നിനക്കെന്താണ് ഇത് കേട്ടിട്ട് സന്തോഷമില്ലാതെ? ഞാനെന്തിനാ സന്തോഷിക്കുന്നേ? ഇവിടെ വന്ന മറ്റവനെ കൂടുതൽ ശല്യം തന്നെ സഹിക്കാൻ വയ്യ. പിന്നെയല്ലേ ട്രിപ്പ്. ഞാനൊന്നുമില്ല, നിങ്ങൾ പോയാൽ മതി. നീ അതിന് അവൻ്റെ കൂടെയല്ലല്ലോ, ഞങ്ങളുടെ കൂടെയല്ലേ വരുന്നേ. ഓ, ഇനി ഒരു 4 ദിവസം കൂടി, അത് കഴിഞ്ഞാൽ ട്രിപ്പിന് പോവാം. എടാ, നമുക്ക് 4 ദിവസം ലീവാക്കിയാലോ? എന്തിന്? വെറുതെ. അവിനാഷ്, ആർ യു ബിസി? ഏയ് നോ നോ, ഞാനിതിപ്പോ വരാം. അവള് കൊത്തി കൊത്തി മുറത്തേക്കായി കൊത്തിക്കൊണ്ടിരിക്കുക. എന്ത്? ഇപ്പൊ എപ്പ നോക്കിയാലും അവിനാഷ് എന്ന് വിളിച്ചോണ്ട് അവന്റെ പുറകെയാ. നീ എന്താണൊന്നും കഴിക്കുന്നില്ലേ? ഞാൻ ട്രിപ്പിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. അവനുമായിട്ട് അടുക്കാൻ ഇത് നല്ലൊരു അവസരമാണ്. പിന്നല്ല, നീ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേ. പ്രശ്നം അതല്ല, എൻ്റെ അവൻ്റെ പുറകെ ചെങ്ങടികളെ പോലെ ഒരു നാറിൻ്റെ എപ്പോഴും നടക്കുമല്ലേ. കോളേജിൽ പോലും അവന്മാരെന്നെ അടുപ്പിക്കത്തില്ല, പിന്നെയല്ലേ ട്രിപ്പ്. നീ ഇരുന്നൊന്ന് ആലോചിക്കേ, എന്തെങ്കിലും കുരുട്ടുബുദ്ധി കിട്ടാതിരിക്കില്ല. സത്യം, നിങ്ങളുടെ അല്ലേ മോൻ? ഇടി, അവിനാശ് എവിടെ പോയി? ഹലോ മാഡം, നിന്നോടാ ചോദിച്ചേ. എന്താ? ഞാൻ കേട്ടില്ല. അവൻ്റെ വായിലോട്ട് നോക്കിയിരുന്ന എങ്ങനെ കേൾക്കാനാ? യു കണ്ടിന്യൂ. കൊള്ളാലോ, ഈ ബുദ്ധിയൊന്നും എനിക്ക് നേരത്തെ തോന്നാഞ്ഞേ. ചേട്ടാ, ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ചായ റെഡി. നീ ഇവിടുത്തെ സപ്ലയറിന്റെ ജോലിയും കളഞ്ഞോ? അയ്യോ ഇല്ല, ഇത് നിനക്കുള്ള സ്പെഷ്യൽ ചായ. എനിക്ക് നിന്റെ ചായയും വേണ്ട, ഒരു പൂവും വേണ്ട. ഒന്ന് എടുത്തോണ്ട് പോയേ. അങ്ങനെ പറയല്ലേ, ഞാനിപ്പോ വന്ന് എനിക്ക് വേണ്ടിയല്ല, എന്റെ ഗായന് വേണ്ടിയാ. നിന്റെ കായോ? എന്റെ അല്ല, നിന്റെ. അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അവളുടെ ആഗ്രഹങ്ങളൊക്കെ എന്തിനാ നിന്നോട് പറയുന്നേ? അതിനല്ലേ ഞാനിവിടെ ഉള്ളേ. നീ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. അവള് ട്രിപ്പിന്റെ കാര്യം അല്ലെങ്കിൽ ആകെ മൂഡ് ഓഫാ. അത് ഞാൻ കാരണം. ശരിയാ അവള് പറയുന്നേ. ആദ്യമായിട്ട് ക്ലാസ്സിൽ പോകുന്ന ഒരു ട്രിപ്പ്, അതും ബോയ് ഫ്രണ്ടിന്റെ കൂടെ. ഒരുമിച്ച് കൈ ചേർത്ത് നടക്കണം, ഒരു സീറ്റിലിരിക്കണം, റൊമാൻറ്റിക് ആവണം എന്നൊക്കെ പറയുന്നതിൽ തെറ്റില്ല അല്ലേ? ഇതൊക്കെ അവള് പറഞ്ഞു. പിന്നില്ലാതെ. എന്റെ നിങ്ങളുടെ വഴക്ക് കാരണം മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ നോക്കില്ല ആ ചങ്ക് കത്തിപ്പോയി. എനിക്ക് നിങ്ങളോടൊരു ദേഷ്യമില്ല, നിങ്ങളല്ലേ കാണുമ്പോൾ തന്നോട് വഴക്കിടുന്നേ. ഇത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ദേഷ്യപ്പെടുന്നാണല്ലേ തെറ്റ്? അവന് നീ അത്രയും നാളെ കെടുത്തിട്ട് ഇത്രയൊക്കെ അല്ലേ ഞങ്ങൾ ചെയ്തോളൂ എന്ന് ആശ്വസിക്കേ. അതിന് ഞാനെന്താ ചെയ്തേ? നീ ഒന്നും ചെയ്തില്ലേ? ബസ്സിൽ വെച്ച് നീ എന്തിനാ അവന്റെ ചന്തിക്ക് പിടിച്ചേ? ചേടാ, അത് ഞാനല്ലെന്ന് പറഞ്ഞില്ലേ. നിങ്ങളുടെ പുറകെ ഒരു കിഴവനില്ലായിരുന്നു, അയാളെ കയറി പിടിച്ചേ. എല്ലാവരും കൂടി എന്നെ നോക്കിയപ്പോ പേടിച്ച് ഇറങ്ങിയോടിയെന്ന് ഞാൻ ചിന്തിക്കും. അപ്പൊ അവനെ കിസ് ചെയ്തതോ? അത് അത് നിങ്ങൾ വലിയ പ്രശ്നത്തിലാണെന്ന് തോന്നിയപ്പോ ഒരു ഹെൽപ്പ്, അത്രേ ഉള്ളൂ. ശരി, നീ അതൊക്കെ വിട്. ഇപ്പൊ ഞാൻ വന്നത് ഗായന് വേണ്ടിയാ. ഒരു കോംപ്രമൈസ്. അവളെ ഞാൻ നിനക്ക് വേണ്ടി വിട്ടു വന്നേക്കുന്നു. ട്രിപ്പിന് നീ അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. 2 ഓക്കെ. ഇനി ബാക്കിയുള്ളവരെ ആ റൂട്ട് പിടിച്ചാ സെറ്റാവും. ആദ്യം ഒന്ന് എറിഞ്ഞു നോക്കാം. മീര, നീ അവിനാശിനെ കണ്ടോ? ഇല്ലല്ലോ. ഇല്ലേ? അവൻ കുറച്ചു മുമ്പ് നിന്നെ ചോദിച്ചു. ഞാൻ വിചാരിച്ചു നിന്റെ കൂടെ കാണുന്നു. ഗ്രൗണ്ടിൽ കാണും. ഞാൻ അവിടെ തന്നെ ഉണ്ടല്ലോ. നിൽക്കും, ഞാനും വരാം. അവന്റെ കൂടെയുള്ള പെണ്ണേതാ? അത് റോസ്, അയച്ചിലുള്ളതാ. നീ കണ്ടിട്ടില്ലേ? ഇല്ല, അവര് തമ്മിൽ നല്ല ക്ലോസ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. നിനക്കും തോന്നിയല്ലേ? എല്ലാവരും പറയുന്ന അവരെ കൊന്നിട്ടിടാണല്ലോ. അവര് ശരിക്കും അത്ര ക്ലോസ് ആണോ? എന്ന് ചോദിച്ചാൽ അതിപ്പോ ഞാനെങ്ങനെ പറയാ? അല്ല, നിനക്ക് പഴക്കറിഞ്ഞിട്ട് എന്തിട്ടാണ്? എന്ത് പറ്റിയൊരു വിഷമം? ഇനി നിനക്ക് അവനോട് വല്ല ക്രഷും? എനിക്ക് വന്നപ്പോ തൊട്ടേ ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നിങ്ങളെ ഞാൻ ഒരുമിപ്പിക്കും. വേണ്ടി വന്നാൽ നിങ്ങളുടെ കല്യാണം വരെ ഞാൻ. Oh sweet Nanda, you're really a good friend. ഇങ്ങനൊക്കെ നടന്നാ മതിയോ? നിനക്കും വേണ്ട ഒരു പെണ്ണിനൊക്കെ. നീ ആ പണിയും തുടങ്ങിയ? പോടാ ഭംഗി. ഞാൻ പ്രേമത്തെ പറ്റിയാ പറഞ്ഞേ. നിനക്ക് നമ്മുടെ കോളേജിൽ വല്ല പെൺപിള്ളേരെ ഇഷ്ടപ്പെട്ടായിരുന്നു? അങ്ങനെ ചോദിച്ചാ നമ്മുടെ റോസ്. അയ്യോ, റോസാ? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവളെ കൺവിൻസ് ചെയ്യാൻ ഞാൻ സുരേഷ് കൃഷ്ണയൊന്നുമല്ല. നീ എന്തേലും പറഞ്ഞോ? അയ്യേ, റോസോ? നിന്റെ സെലക്ഷൻ മഹാമോശം. അതിന് അവൾക്ക് എന്താണ് ഒരു കുറവ്? അവൾക്ക് കൂടുതലല്ലേ? മുട്ടിന് താഴെയാ മുടി. ബൈ ചാൻസ് നീ അവളെ കെട്ടിന്ന് വിചാരിക്കും. ഒന്ന് പുറത്തു പോകണമെങ്കിൽ മൂടി തീരാൻ 1.5 മണിക്കൂർ. പിന്നെ നോക്കാം.
വിളകളാതെ ഇരിക്കുന്നേ, ഒന്ന് വെയിൽ കൊണ്ടാ പഴുത്ത് തക്കാളി പോലെ ചുമന്ന് വരും. ഇത്തിരി പൗഡർ പോലും അവൾ ഇടാറില്ല. ഇന്നത്തെ കാലത്ത് മേക്കപ്പ് ഇടാത്ത ആളെ പെൺപിള്ളാരുണ്ട്. നീയല്ലേ പറഞ്ഞ അതാ നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ? അതൊന്നല്ലേ ഇന്ന് ഞാൻ പറയുന്നു. നിനക്ക് പറ്റിയ പെണ്ണ് മീരയാ. അവൾക്ക് നിന്നോട് ചെറിയൊരു ക്രഷ് ഉണ്ട്, എന്നോട് ഇന്ന് പറഞ്ഞു. മീര, അവളെ ഞാനൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാ നാളെ തൊട്ട് നീ കാമുകിയായിട്ട് കാണും. ഒന്ന് പ്രേമിക്കടാ. ഇനി ഒരുത്തനും കൂടെ ഉണ്ട്. ദൈവമേ, നാളെ നല്ലൊരു ചാൻസ് തന്നെ തരണേ. ഇതൊക്കെ എന്താ? ബുക്സ്. അത് മനസ്സിലായി. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ചോദിച്ചേ. ഇപ്പൊ നീയാണ് നമ്മുടെ ക്ലാസ്സിലെ പഠിപ്പിച്ചേ. ഞാനിപ്പോഴും കാണാറുണ്ട് നീ പുസ്തകം വായിച്ചോണ്ടിരിക്കുന്നേ. ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ അമ്മന് വഴക്ക് പറഞ്ഞു. പിള്ളേരായ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. ഇതൊക്കെ ആക്രിക്കാർക്ക് കൊടുക്കാനുള്ള പുസ്തകങ്ങളാ. അമ്മ പറഞ്ഞു ഇതൊക്കെ നിനക്ക് തരാം. അതിന് എനിക്ക് ഇത്തിരി പുസ്തകങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ പറയല്ലേ, ട്രിപ്പ് വരാൻ പോകുമല്ലേ, നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അപ്പൊ ഇതൊക്കെ വായിച്ചിരിക്കാനോ? ഇതൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് കാശായി കാണില്ലേ? എത്ര? അതിന് വാങ്ങിയതല്ലല്ലോ, എടുത്തതല്ലേ. എന്താ? ഏയ് ഒന്നുമില്ല, ഇതൊക്കെ നീ എടുത്തോ, കുഴപ്പമില്ലെന്ന് പറയായിരുന്നു. പിന്നെ നാളെ ട്രിപ്പിന് വരുമ്പോ ഈ പുസ്തകങ്ങളൊന്നും എടുക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ നിനക്ക് ബോറടിക്കും. അതാ. ഡാഡാ, അതെന്റെ ടീഷർട്ടാ, വെക്കവിടെ. നമ്മള് തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ട്. എടാ, കുറച്ച് ബുക്സ് നിങ്ങളുടെ ബാഗിലും കൂടി ഒന്ന് വെക്കൂ. നീ ട്രിപ്പിനാണല്ലോ വല്ല പഠനയാത്രയ്ക്കുവാണോ പോണേ? ഇതൊക്കെ നന്ദൻ തന്നതാ. നന്ദനോ? അവനെന്തിനാ നിന്റെ അടുത്തോട്ട് വന്നേ? ഈ ബുക്സ് ഒക്കെ തന്നു. നാളെ ട്രിപ്പിന് വരുമ്പോ വായിച്ചോളാനും പറഞ്ഞു. അവൻ എന്റെ അടുത്തും വന്നായിരുന്നു. നാളെ ട്രിപ്പിന് എപ്പോഴും ഗായത്രിയുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. കുറെ നാടകമൊക്കെ കളിച്ചു. എന്തിനാണെന്ന് എനിക്കും മനസ്സിലായില്ല. രണ്ടെണ്ണത്തിന്റെ അടുത്തോട്ട് വന്ന സ്ഥിതിക്ക് പണിക്കിട്ടെന്ന് ഉറപ്പാ. നീയൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. എടാ, ഇനി അവനെങ്ങാനും നീ അവൻ പറഞ്ഞത് നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് അവന്റെ അടുത്തോട്ട് പോയില്ല. ദാറ്റ് മീൻസ് പണി കിട്ടാൻ പോകുന്നത് അവനാ.